ഹായ് കൂട്ടുകാരെ, എന്റെ പേര് ഷെമിയ. ഞാൻ GHSS മങ്കട സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മൾ ഏവരെയും കൗതുകപ്പെടുത്തിയ ചില ശാസ്ത്ര കൗതുകങ്ങളെ കുറിച്ചാണ്. സോ ഹിയർ വി ഗോ. കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും ചന്ദ്രൻ ജനിച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് നോക്കിയാലോ. ചന്ദ്രന്റെ ജനനം സംബന്ധിച്ച് നിരവധി വാദഗതികളുണ്ട്. ഭൂമിയും മറ്റു ഗോളങ്ങളും ഉണ്ടായതോടൊപ്പമാണ് ചന്ദ്രനും ജനിച്ചതെന്നാണെന്ന് ഒരു അഭിപ്രായം. ഭൂമിയുടെ ഒരു ഭാഗം പൊട്ടിപ്പോയതാണ് ചന്ദ്രനെന്ന് മറ്റു ചിലർ പറയുന്നു. പൊട്ടിപ്പോയ ഭാഗം ശാന്തസമുദ്രം കിടക്കുന്ന ഭാഗമാണെന്ന് അവർ പറയുന്നു. സൗരയൂഥത്തിൽ എവിടെയോ കോടിക്കണക്കിന് മൈലുകൾക്കപ്പുറത്തു നിന്നെത്തി ഭൂമിയുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോയ ഒരു ചെറിയ ഗ്രഹമാണെന്നാണ് മറ്റു ചിലർ പറയുന്നത്. മനുഷ്യൻ ചന്ദ്രനോട് അടുക്കുകയും ചന്ദ്രനിൽ എത്തിച്ചേരുകയും ചെയ്തതോടെ ചന്ദ്രൻ ഭൂമിയുടെ ഒരു കഷ്ണമാണ് എന്ന വാദഗതി പൊളിഞ്ഞു. നീലാംസ്ട്രോങ്ങും മറ്റും കൊണ്ടുവന്ന ചന്ദ്രോപരിതലത്തിലെ പാറകൾ പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഒരു കാര്യം മനസ്സിലാക്കി. അവയിൽ ചിലതിന് 450 കോടിയിലധികം വർഷം പഴക്കമുണ്ട്. അതിലും പഴക്കമുള്ള പാറകൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ പാറകളിൽ ഭൂമിയിലെ പാറകളിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളല്ല അടങ്ങിയിട്ടുള്ളതെന്നും അവർ കണ്ടെത്തി. അതോടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വേറിട്ടു പോയ ഭാഗമല്ല എന്നും ഭൂമി ഉണ്ടായതുപോലെ ഒരേ സമയം ഒന്നിൽ നിന്നും ഉണ്ടായതല്ല ചന്ദ്രൻ എന്നും ശാസ്ത്രജ്ഞർ തീർച്ചയാക്കി. പ്രപഞ്ചം ഉണ്ടായത് എങ്ങനെ? ഭൂമിയും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം അടങ്ങിയതാണ് പ്രപഞ്ചം. സങ്കല്പിക്കാവുന്നതിനും അതീതമായ വിസ്തൃതിയിൽ ഇനിയും മനുഷ്യന് അജ്ഞാതമായ എത്രയോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായേക്കാം. പ്രപഞ്ചത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് 3 സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. മഹാസ്ഫോടന സിദ്ധാന്തം അഥവാ ബിഗ് ബാങ് തിയറി. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ജോർജ് ഗാമോ, റാൽഫ് ആൽഫ എന്നിവരാണ് ഈ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാക്കൾ. കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് പ്രപഞ്ചത്തിലെ സകല നക്ഷത്രങ്ങളും മറ്റെല്ലാ പദാർത്ഥങ്ങളും കൂടി ഒരു ഗോളമായിരുന്നുവെന്നും അത് അത്യുഗ്രമായ ഒരു പൊട്ടിത്തെറിയിലൂടെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയുള്ള നക്ഷത്ര സമൂഹങ്ങളായി മാറിയെന്നുമാണ് ഈ സിദ്ധാന്തം. സ്ഫോടനത്തെ തുടർന്ന് അരമണിക്കൂറിനകം എല്ലാ മൂലകങ്ങളും ഉണ്ടായി എന്നും പുതുതായി ഒന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുമാണ് ഇവരുടെ അഭിപ്രായം. പ്രപഞ്ചം ഒരിക്കലും പൂർവ്വസ്ഥിതി പ്രാപിക്കില്ലെന്നും എന്നും വികസിച്ചു കൊണ്ടേയിരിക്കും എന്നുമാണ് ഇവർ പറയുന്നത്. സ്ഫോടനത്തെ തുടർന്ന് ദ്രവ്യകണങ്ങൾ ചുറ്റിലേക്കും ചിതറി നെബുല, നക്ഷത്രം, ഗ്രഹം എന്നിവയായി മാറിയെന്നും അവയുടെ അന്നത്തെ ചലന വേഗത്താലാണ് ഗാലക്സികൾ ഇന്നും അകന്ന് പറക്കുന്നതായി നമുക്ക് തോന്നുന്നതെന്നുമാണ് മഹാസ്ഫോടന സിദ്ധാന്തം പറയുന്നത്. സൂര്യൻ എന്നെങ്കിലും മരിക്കുമോ? കൂട്ടുകാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ഭീകര മുഹൂർത്തത്തെ പറ്റി? സൂര്യൻ സാവധാനത്താൽ തണുത്തുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണെന്ന് പണ്ടൊരു സിദ്ധാന്തമുണ്ടായിരുന്നു. എന്നാൽ ഇത് ശരിയല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന ചൂടും വെളിച്ചവും സൂര്യനിൽ നടക്കുന്ന ചില തെർമോ ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് ഇന്ന് ശാസ്ത്രജ്ഞർ നിശ്ചിതമായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായി സൂര്യനിലുള്ള ഹൈഡ്രജൻ അണുക്കൾ സംയോജിച്ച് ഹീലിയം ന്യൂക്ലിയസിന് രൂപം കൊടുക്കുന്നു. സൂര്യനിലുള്ള ഈ ഹൈഡ്രജൻ എത്ര കാലം നിലനിൽക്കും? കോടിക്കണക്കിന് വർഷങ്ങളിലേക്ക് തെർമോ ന്യൂക്ലിയർ പ്രതിപ്രവർത്തനങ്ങൾ നടത്താനുള്ള ഹൈഡ്രജൻ സൂര്യനിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. സൂര്യന്റെ മൊത്തം ആയുസ് 10 ലക്ഷം കോടി വർഷങ്ങളാണെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്.